ബിഗ് ബോസ് മലയാളം സീസൺ 6 ആറാം ആഴ്ചയിലൂടെ കടന്നു പോവുകയാണ്. വൈൽഡ് കാർഡുകളുമായി 6 പേർ ഹൗസിലേക്ക് വന്ന ശേഷം എവിക്ഷൻ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 19 പേരാണ് ഇപ്പോൾ ടൈറ്റിലിനായി മത്സരിക്കുന്നത്. വൈൽഡ് കാർഡുകളുടെ എൻട്രിക്ക് ശേഷം വീട്ടിലുണ്ടായിരുന്നവരുടെ പെരുമാറ്റത്തിനും ഗെയിമിലുമെല്ലാം വളരെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമായും ഗെയിം മാറ്റിയ ഒരു മത്സരാർത്ഥിയാണ് റസ്മിൻ. കോമണർ കാറ്റഗറിയിലെ ഹൗസിലേക്ക് മത്സരിക്കാൻ എത്തിയ റസ്മിൻ വീട്ടിലുള്ളതായി പോലും ഇപ്പോൾ തോന്നാറില്ലെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ കുറിക്കുന്നത്. വൈൽഡ് കാർഡുകൾ വരുന്നതിന് മുൻപേ തന്നെ ഹൗസിൽ എന്ത് പ്രശ്നം വന്നാലും റസ്മിൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മറ്റുള്ള മത്സരാർത്ഥികളെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ റസ്മിന് സാധിച്ചിരുന്നു. എന്നാലിപ്പോൾ സ്ഥിതിയാകെ മാറിയിരിക്കുകയാണ്. പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയി വന്ന ശേഷമാണ് റസ്മിനിൽ മാറ്റമുണ്ടായതെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ. മഴമേൽ പിടിച്ചു കെട്ടാൻ സാധിക്കാത്ത പനി ആയതുകൊണ്ടാണ് വൈൽഡ് കാർഡുകൾ വന്ന ശേഷം റസ്മിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയത്. 2 ദിവസത്തോളം റസ്മിൻ ഹൗസിൽ ഉണ്ടായിരുന്നില്ല. സുഖം പ്രാപിച്ച് തിരികെ വന്ന ശേഷം റസ്മിൻ സംസാരിക്കുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. ഹൗസിൽ എന്ത് പ്രശ്നം നടന്നാലും മാറി നിന്ന് നോക്കും എന്നല്ലാതെ ഒരു അഭിപ്രായ പ്രകടനത്തിനും ഒത്തുതീർപ്പിനൊന്നും റസ്മിൻ നിൽക്കാറില്ല. അതിന് കാരണം ആശുപത്രിയിൽ പോയപ്പോൾ പുറത്തെ കാര്യങ്ങൾ റസ്മിന് അറിയാൻ സാധിച്ചതുകൊണ്ടാകാമെന്നാണ് പ്രേക്ഷകരുടെ ഊഹമിപ്പോൾ. റസ്മിൻ്റെ ഇപ്പോഴത്തെ ഹൗസിലെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ റസ്മിൻ്റെ ഇപ്പോഴത്തെ ഹൗസിലെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നിരവധി കുറിപ്പുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. റസ്മിൻ പുറത്തു പോയി ഫോൺ നോക്കി തനിക്ക് പ്രേക്ഷകർക്കിടയിൽ നല്ല നെഗറ്റീവാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ലാലേട്ടൻ വിഷു എപ്പിസോഡിൽ ഹൗസിലേക്ക് വന്നപ്പോൾ റസ്മിൻ ഓടിപ്പോയി ഡിസ്റെസ്പെക്റ്റ് ചെയ്തതിന് ക്ഷമ ചോദിച്ചിരുന്നു. അത് കണ്ടപ്പോൾ ഉറപ്പായി എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത്. ഒരുപാട് പേർ ഈ കുറിപ്പിനോട് അനുകൂലിച്ചുകൊണ്ട് എത്തിയിട്ടുമുണ്ട്. വൈൽഡ് കാർഡുകളെ കണ്ടപ്പോൾ തന്നെ റസ്മിൻ്റെ ഗെയിം ഇല്ലാതായെന്നും ചില ബിഗ് ബോസ് പ്രേക്ഷകർ കുറിക്കുന്നുണ്ട്. വൈൽഡ് കാർഡ് എൻട്രീസിനെ കണ്ടപ്പോഴേ റസ്മിനെ പേടി തുടങ്ങി. പിന്നാലെ പനിയും പിടിച്ചു. തിരിച്ചു വന്നപ്പോഴും പേടി കാരണം വായ തുറന്നിട്ടില്ല. ലാലേട്ടനോട് സോറി പറഞ്ഞിട്ട് ലാലേട്ടൻ അതിന് ഒരു പുല്ല് വില പോലും കൊടുത്തിട്ടില്ല. ആശുപത്രിയിൽ നിന്നും വന്ന ശേഷം കമാന്നൊരു അക്ഷരം പോലും റസ്മിൻ മിണ്ടിയിട്ടില്ല. റസ്മിൻ നല്ല പോലെ ഒതുങ്ങിപ്പോയിരിക്കുന്നു. ഗുണ്ടയായി ആശുപത്രിയിൽ പോയ റസ്മിൻ തിരികെ വന്നത് നന്മമരമായിട്ടാണ് എന്നിങ്ങനെ നീളുന്നു റസ്മിൻ്റെ ഇപ്പോഴത്തെ പ്രകടനത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ കണ്ടെത്തൽ.